ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇന്നും ഞാനൊരു മോട്ടിവേഷണൽ സ്റ്റോറി തന്നെയാണ് പറയാൻ പോകുന്നത്. അതിനും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പം നമുക്ക് സ്റ്റോറിയിലോട്ട് പോയാലോ. ഒരു ദിവസം ഒരു മീൻപിടുത്തക്കാരൻ മീനൊക്കെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം കടൽ തീരത്ത് ഒരു മരത്തിൻ്റെ ചോട്ടിലിരുന്ന് വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ അതുവഴി വലിയ പണക്കാരനായ ഒരു വ്യക്തി വളരെ യാദൃച്ഛികമായി അതുവഴി കടന്നു വന്നു. അപ്പോൾ അയാൾ മീൻപിടുത്തക്കാരനെ കണ്ടപ്പോൾ അയാളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, താൻ എന്തിനാടോ ജോലിയൊന്നും ചെയ്യാതെ വെറുതെ ഈ മരത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പോൾ ആ മീൻപിടുത്തക്കാരൻ പറഞ്ഞു, ഇന്നത്തേക്കുള്ള മീനൊക്കെ ഞാൻ പിടിച്ചു കഴിഞ്ഞു, എനിക്കത് മതി. അപ്പോൾ ഇത് കേട്ടപ്പോൾ പണക്കാരനായ വ്യക്തിക്ക് ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു, തനിക്ക് ഇവിടെ ഇരുന്ന് ടൈം വേസ്റ്റ് ചെയ്യാതെ കുറച്ച് മീനെ കൂടെ പിടിച്ചുകൂടെ? അപ്പോൾ മീൻപിടുത്തക്കാരൻ ചോദിച്ചു, കുറേ മീനെ പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോൾ പണക്കാരനായ ബിസിനസ്മാൻ പറഞ്ഞു, തനിക്ക് കൂടുതൽ മീൻ പിടിച്ചാൽ അത് വിറ്റിട്ട് കൂടുതൽ പണം സമ്പാദിച്ചൂടെ? ആ പൈസയ്ക്ക് തനിക്ക് വലിയൊരു ബോട്ട് മേടിച്ചൂടെ? അപ്പോൾ പിന്നെയും മീൻപിടുത്തക്കാരൻ ചോദിച്ചു, എന്നിട്ട് ഞാനെന്ത് ചെയ്യാനാ? അപ്പോൾ പണക്കാരനായ വ്യക്തി പറഞ്ഞു, തനിക്ക് ബോട്ട് മേടിച്ചാൽ കടലിൻ്റെ ഉള്ളിലോട്ട് കുറച്ചും കൂടെ പോകാമല്ലോ, എന്നിട്ട് അവിടുന്ന് കൂടുതൽ മീനെ പിടിക്കാമല്ലോ, പിന്നെ ആ മീനെ വിറ്റിട്ട് തനിക്ക് കൂടുതൽ പണം സമ്പാദിക്കാമല്ലോ. അപ്പോൾ ആ മീൻപിടുത്തക്കാരൻ പിന്നെയും ചോദിച്ചു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോൾ ആ പണക്കാരനായ വ്യക്തി പിന്നെയും പറഞ്ഞു, തനിക്ക് പിന്നെയും കുറേ ബോട്ടുകൾ മേടിക്കാം, മറ്റുള്ള ആൾക്കാരെ തനിക്ക് ജോലിക്കാരാക്കി വെക്കാം, പിന്നെയും കുറേ പൈസകൾ ഉണ്ടാക്കാം. അപ്പോൾ പിന്നെയും മീൻപിടുത്തക്കാരൻ ചോദിച്ചു, എന്നിട്ട് ഞാനെന്ത് ചെയ്യാനാ? അപ്പോൾ പണക്കാരനായ വ്യക്തിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു, എടോ, തനിക്കും എന്നെപ്പോലെ എന്തിനും വലിയ പണക്കാരനാകാൻ പറ്റും. അപ്പം നമ്മുടെ മീൻപിടുത്തക്കാരൻ പഴയ ചോദ്യം തന്നെ, പിന്നെയും ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോൾ പണക്കാരനായ വ്യക്തി പറഞ്ഞു, എടോ, തനിക്ക് സമാധാനത്തോടെ വിശ്രമിക്കുവാനും ലൈഫ് വളരെ എൻജോയ് ചെയ്ത് ജീവിക്കാനും ഒക്കെ പറ്റും. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് മീൻപിടുത്തക്കാരൻ ചോദിച്ചു, അപ്പോൾ ഇപ്പോൾ പിന്നെ എന്ത് ചെയ്യുവാണെന്നാണ് താങ്കൾ വിചാരിച്ചിരിക്കുന്നത്? ഇത്രയുള്ള കഥ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരിക്കും. അത് നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് കഷ്ടപ്പെടുകയും വേണം. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ പണവും പദവിയും നേടിയെടുക്കാനുള്ള ഓട്ടത്തിൽ നമ്മൾ ജീവിക്കാൻ മറന്നു പോകരുത്. അത് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയും ആയിരിക്കരുത്. നമുക്ക് എന്ത് ചെയ്യുമ്പോഴാണ് സമാധാനവും സന്തോഷവും കിട്ടുക, അത് ചെയ്യുക. ഫാമിലിയുടെ കൂടെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നതെങ്കിൽ അത് ചെയ്യുക. ഫ്രണ്ട്സിൻ്റെ ഒപ്പം യാത്ര ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എവിടെയെങ്കിലും പോകാനാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യുക. അല്ലാതെ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മുടെ സ്വപ്നങ്ങളും സന്തോഷവുമെല്ലാം നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ കഴിയട്ടെ. ഇത്രയൊക്കെ കഥയിലൂടെ പറയാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പിന്നെ എന്താ പറയുക, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.